ഓരോരുത്തരടുത്ത് ഒരു 3 പന്നിക്കുട്ടികളുണ്ടായിരുന്നു. ഒരിക്കൽ അവർ 3 ജനിച്ചു വളരുന്ന ഫാമിൽ നിന്നും ഇറങ്ങി നടന്നു. ഒരേ ഒരു ലോകം തേടിയ 3 പേർക്കും ഒരേ ലോകം നന്നായി ബോധിച്ചു. വഴിയിൽ എന്തുപേരും ആയാലും 3 പേരും തയ്യാറുമായി. ആദ്യത്തെ പന്നിക്കുട്ടി വഴിയിലൂടെ വൈക്കോലുമായ ഒറ്റയാരെ കണ്ടു. ഒന്ന് നിൽക്കണമേ, കുറച്ച് വൈക്കോൽ കിട്ടിയെങ്കിലും ഒരു വീടുണ്ടാക്കാമെന്ന്. അത് ഒന്നാമത്തെ പന്നിക്കുട്ടി പറഞ്ഞു. പിന്നെ അയാള് പറഞ്ഞു, അതിനെന്താ, തീർച്ചയായും തരാം. അയാൾ പന്നിക്കുട്ടിക്ക് വലിയ കെട്ടി ഒരു എന്ത് കൊടുത്തു, വൈക്കോല് കൊടുത്തു. പന്നിക്കുട്ടി കച്ചിത്തുരുമ്പ് കൊണ്ട് നല്ല വീടുണ്ടാക്കി. അവിടെ ഒരു ദുഷ്ടനായ ചെന്നായ താമസിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഒരു ചെന്നായ പന്നിക്കുട്ടിയുടെ വീട് കണ്ടു. ജനലിലൂടെ തള്ളിയിട്ട് പന്നിക്കുട്ടിയെ വിളിച്ച് വാതിൽ തുറന്നതാ. തടിച്ചു കൊടുത്ത പന്നിക്കുട്ടിക്ക് എന്തിഷ്ടം. ഇല്ല, നിന്നെ ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറ്റില്ല. എന്നാൽ നിന്റെ വീടിനെ കൂടി തെറിപ്പിച്ച് കണ്ടെടുത്തേക്കും. ചെന്നായ അല്പം ധൈര്യം ആ വീട് ഊതാൻ തുടങ്ങി. ആ പന്നിക്കുട്ടി ജീവനിലൂടെ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് വേറെ അരികിൽ ചെന്ന് ഒളിച്ചിരുന്നു. രണ്ടാമത്തെ പന്നിക്കുട്ടി വഴിയിലൂടെ കമ്പുകളും ആയി ഒരാളെ കണ്ടു. ഒന്നിൽ നിൽക്കണമേ, ഇതെല്ലാം കുറച്ച് കമ്പ് കിട്ടിയെങ്കിൽ ഒരു വീടുണ്ടാക്കാമെന്ന്. തീർച്ചയായും അയാൾ പന്നിക്കുട്ടിക്ക് വലിയൊരു കെട്ട് കമ്പുകൾ കൊടുത്തു. പന്നിക്കുട്ടി കമ്പ് കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കി. പിന്നെയും വന്നു അതേ ചെറിയ വേറൊരു പന്നിക്കുട്ടി കമ്പിളൊരു വീടുണ്ടാക്കിയത് ചെലവുണ്ട്. അത് പന്നിക്കുട്ടിയെ വിളിച്ചു. പന്നിക്കുട്ടി, വേഗം വാങ്ങി കൊടുക്കാം. ഇല്ല, നിന്നെ ഞാൻ വീടിൻ്റെ അകത്ത് കയറ്റില്ല. എന്നാൽ നിന്റെ വീടിനോട് ചെയ്യാനോ. ചെന്നായ ആ വീട് അല്പം ധൈര്യം സംഭരിച്ച് ആ വീട് ഉദിക്കൊണ്ടേയിരുന്നു. പന്നിക്കുട്ടി ഒരുവിധം പിൻവാലിന്റെ കൂടെ ഇറങ്ങി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നു. മൂന്നാമത്തെ പന്നിക്കുട്ടി അതിലൂടെ ഇഷ്ടികളുമായി എത്തിയ ഒരാളെ കണ്ടുമുട്ടി. ഒന്ന് നിൽക്കുന്ന കുറച്ച് ഇഷ്ടികൾ കിട്ടിയെങ്കിൽ സ്വന്തമായ ഒരു വീടുണ്ടാക്കാമെന്ന്. അതിനെന്താ പന്നിക്കുട്ടി, തീർച്ചയായും തരാം. അയാൾ പന്നിക്കുട്ടിക്ക് വലിയ ഇഷ്ടികകൾ കൊടുത്തു. പന്നിക്കുട്ടി ഇഷ്ടിക കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കി. നല്ല ഉറപ്പും തലവുമുള്ള വീട്. മറ്റേ 2 പന്നിക്കുട്ടികളും ഈ വിവരം കേട്ട് അവിടെ എത്തി. നീ നല്ല ഉറപ്പുള്ള വീടുണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ എന്നെ വൈക്കോൽപ്പ ചെന്നായി ഊതി വീഴ്ത്തി കഴിഞ്ഞു. അതെ,
ഞാൻ കമ്പുകൾ കൊണ്ട് ഉള്ള വീട് നശിപ്പിച്ചു. അതിനൊന്നും സാരമില്ല. ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായ കൊണ്ട് ചെന്നായി പിടിച്ചിട്ട് തന്നെ നിങ്ങളുടെ കാര്യം. അതിന് താമസാതെ ചെന്നായി എത്തി. ചെന്നായിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ചെന്നായി വിളിച്ചു, എടാ കൊച്ചുകുഞ്ഞി, വേഗം വാലി ഓർക്ക. ഇല്ല, ഞാൻ നിന്നെ വീട്ടിൻ്റെ അകത്ത് കയറ്റൂല. എന്നാൽ നിന്റെ വീട് ഊതി വീഴ്ത്തിയിട്ട് തന്നെ ബാക്കി കടി. ചെന്നായ ആ വീട് ഊതിക്കൊണ്ടേയിരുന്നു. പിന്നെയും ഊതിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ വീട് വളരെ ഉറപ്പില്ലാതായിരുന്നു. വീടിൻ്റെ ലക്ഷണമേ ഇല്ല. ഇഷ്ടികകൾ കൊണ്ട് വീഴ്ത്താൻ പറ്റാതെ ചെന്നായിക്ക് ദേഷ്യം പിടിച്ചു. ചെന്നായ അരളി വിളിച്ചുകൊണ്ട് പന്നികളോട് പറഞ്ഞു, ഞാൻ പോപ്പോയുടെ കൂടെ വീട്ടിലേക്ക് വരും. നിങ്ങളെല്ലാം ആത്താലും താനും ആക്കും. അത്ത 2 പന്നിക്കുട്ടികളും ഇതെല്ലാം കേട്ട് പേടിച്ചണ്ട് പോയി. 3-മത്തെ പന്നിക്കുട്ടി തല പോരിന് ആലോചിക്കുകയാണ്. വേഗം ആവട്ടെ, ഈ തിളയ്ക്കുന്ന വെള്ളം നമുക്ക് പോക്കോളിൻ്റെ അടിയെ കൊണ്ട് വയ്ക്കണം. 3 പന്നിക്കുട്ടികളും വെള്ളം തെളിപ്പിക്കാൻ തുടങ്ങി. ചെന്നായ പോക്കോളിൻ്റെ കൂടെ താഴേക്ക് കുളിച്ചു. ചെന്നായ തെളിക്കുന്ന വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ആ പാത്രം നന്നായി മൂടി വയ്ക്കുകയും ചെയ്തു. അങ്ങനെയുടെ ചെങ്ങായിയുടെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് സമാധാനമായി ജീവിക്കാം. മറ്റേ 2 പന്നിക്കുട്ടികളും കൂടെ സൗകര്യമായി അവിടെ താമസിച്ചു.